വേണ്ടി വന്ന സഹോദരങ്ങളെ, ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യവാനായ കരുണക്കടലായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം നാളെ അവന്റെ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു മുതൽകൂട്ടാക്കി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് നയിച്ച് മരണം ഹൈറാവുന്ന വേളയിൽ ഈമാനോടെ പുഞ്ചിരിയോടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞവരുടെ മണ്ണറയെ അല്ലാഹു മണിയറയാക്കട്ടെ. നാളെ അവന്റെ സുഖലോൽപ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ വയനാട്ടിലേക്ക് ഒന്നിച്ചു കഴിഞ്ഞ് രാത്രി ഉറങ്ങിയിട്ടില്ല. ഏറ്റവും ബാക്കിരിക്കുന്ന ആളുകളൊക്കെ നിൽക്കുന്ന കുറെ കസാലയൊക്കെ കാലിയുണ്ട്. ഒന്ന് വരി, അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഇങ്ങോട്ട് ഇല്ല ആ റോഡല്ല, ഈ റോഡ് ഇത് അനസ ഞാൻ പേര് വിളിക്കുന്നത് ഓരോന്ന് പെട്ടെന്ന് വരും. അബ്ദുള്ള വന്ന് ജില്ലയിലായിരുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സദർ ഉസ്താദും അതുപോലെ ആദരണീയനും ബഹുമാന്യനുമായ ബദർ പള്ളിയുടെ പ്രിയപ്പെട്ട സൗമ്യ സ്വഭാവക്കാരനായ പണ്ഡിത സുഹൃത്ത് ഉസ്താദ് സലാം ബാക്കവി ഉസ്താദ്, നമ്മളൊക്കെ പോയിട്ട് പള്ളിയിലെത്തുമ്പോ 4:30 മണിയായി. ഇന്നലെ രാത്രി ഒരു കണ്ണ് പോലും ചെമ്പിയിട്ടില്ല. 2-3 പേര്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനങ്ങനെ എനിക്കിതേ ഡ്യൂട്ടിയാണ്, നാളെ ഇതേ ഡ്യൂട്ടി, മറ്റന്നാൾ ഇതേ ഡ്യൂട്ടി, അതൊരു ഡ്യൂട്ടി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട ഉസ്താദന്മാർ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ ഉറക്കൊഴിക്കാതെ ഇങ്ങനെ ഉണ്ടാതിരിക്കുന്ന നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു 11:30 മണിക്ക് ഞാൻ നിർത്തും. എല്ലാവരും ഇരിക്കൂലേ? നിങ്ങൾ എത്ര പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു അത്ര വലിയ സന്തോഷം. കാരണം നാളെ ഇതിനേക്കാൾ ഒരു കാർക്കളയിലാണ് എനിക്ക് വാതിന് പോകേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് 11:30 മണി വരെ ഇരിക്കും നിയത്താക്കുന്ന ആളൊന്ന് കൈപൊക്കെ അത് നോക്കാം. അനസ് കൈപൊക്കറ കായിച്ചെന്ത കൈപൊക്കുന്നില്ല. ഇങ്ങോട്ട് വരി, കുറച്ചേരം എണ്ണിട്ട് മുങ്ങിയറില്ല പകുതിയില്. ബാക്കിലേക്ക് മുങ്ങുന്ന പരിപാടി. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും കുറച്ചു നേരം പ്രസംഗിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനു മുമ്പ് ഇതാ കുറച്ച് കുഞ്ഞുങ്ങളെ കുറച്ച് ഒച്ചപ്പാടാക്കും. അവർക്ക് മുട്ടായി കൊടുക്കും, നല്ല വെള്ളം കൊടുക്കും, എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് ആ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാതിരുത്തും. ആരെങ്കിലും സംഘാടകരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ശരിച്ചാ നിങ്ങൾ തന്നെ ബെസ്റ്റാ കുഞ്ഞുങ്ങളൊന്നും മകടിക്കാൻ. ഒന്ന് വരും ഒന്നും ഉണ്ടാതിരുന്നു. നിങ്ങൾ പറഞ്ഞവര് കേൾക്കുന്നു. ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം സ്വർഗം വിധിക്കുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറച്ച് ബേസാക്കട്ടെ, കൂടുതലല്ല, കുറച്ചല്ല. നേരിട്ട് വിഷയത്തിലോട്ട് തന്നെ കിടക്കാൻ. സൗണ്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ടോ? ഹാർട്ട് പ്രോബ്ലം ഉള്ള ആളെങ്കിൽ ചെവിന്റെ അത് ബുദ്ധിമുട്ടുന്നുണ്ടോ? ഇല്ല. എനിക്ക് കൂട്ടാൻ പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. ഇല്ലല്ലേ? ഓപ്പറേറ്ററിന്റെ അടുത്ത് പോണ്ട, എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സദർ ഉസ്താദ് എന്റെ മുപ്പടുത്ത് വന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്തായാലും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് കോടിക്കണക്കായ അനുഗ്രഹങ്ങളെ കൊണ്ട് പടച്ച റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളെ പടച്ച റബ്ബ് ഭൗതിക ലോകത്ത് പടച്ച് പരിപാലിക്കുമ്പോ ഒന്നല്ല രണ്ടല്ല എണ്ണിയാൽ ഒതുങ്ങാത്ത നൂറുകണക്കായ ലക്ഷക്കണക്കായ കോടിക്കണക്കായ ശാസ്ത്രലോകം തന്നെ പറയുകയാണ് കോടികളിൽ പരം വരുന്ന സൃഷ്ടികളാണ് ഈ ദുനിയാവിൽ ഇരിക്കുന്നത്. ഈ ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത്. എന്നാൽ ആ 6 കോടികളായ സൃഷ്ടികളിൽ നിന്ന് കേവലം 8 ലക്ഷം സൃഷ്ടികളെ മാത്രമാണ് മനുഷ്യരായ ഞാനും നിങ്ങളുമല്ല ഏറ്റവും വലിയ ഗവേഷകന്മാർ അവരുടെ ഗവേഷകത്തിൽ ഇറയാക്കിയത്. ബാക്കിയുള്ള 5,92,00,000 പരം വരുന്ന സൃഷ്ടികളെ മനുഷ്യൻ അവന്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല
അവന്റെ കണ്ണുകൊണ്ട് ഇന്നേ വരെ കണ്ടിട്ട് പോലുമില്ല. എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് പഠിച്ചു പരിപാലിക്കുന്ന കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ സൃഷ്ടി വൈഭവം കൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാരാ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തീൻ വളരെ മനോഹരമായി നമ്മോട് പഠിപ്പിക്കുകയാ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളുമാണ്. സൃഷ്ടി വൈഭവം കൊണ്ട് ഒരു സൃഷ്ടിക്ക് പോലും മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല. മലക്കുകളെക്കാനും ഉയരാനും മനുഷ്യന് കഴിയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വലിയ സൃഷ്ടിയാണ് മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഭൂമിയിലേക്ക് പടച്ചതെന്തിനാ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ കഷ്ണം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം, വഖൂദുഹന്നാസു വൽ ഹിജാറ. കത്തിയാളുന്ന ഭയാനകരമായ ബീഭത്സകരമായ നരകാഗ്നിയിൽ ചുട്ടരിക്കപ്പെടുന്നത് മനുഷ്യരെയാണ്. കല്ലുകളെയും മുള്ളുകളെയും ബിംബങ്ങളെയും ഈ കാണുന്ന മനുഷ്യരെയാണ്. നരകത്തിന്റെ വിറകുകൾ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ റമദാന് കടന്നു വരുമ്പോഴും ആ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തെത്തിക്കഴിഞ്ഞാൽ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തെത്തിക്കഴിഞ്ഞാൽ വിശ്വാസിയായ ബുദ്ധിയുള്ള മനുഷ്യൻ ശുദ്ധിയോടുകൂടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ പള്ളിപ്പെരുമാരിയുടെ അകത്തളത്ത് കയറി അവന്റെ എല്ലാ ഇബാദത്തുകളുടെ പിന്നിൽ ചെയ്യുന്നവര് ദുആ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മളൊക്കെ ദ്വാരക്കുന്നവരാണ്. റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മളെ ബിസിനസിന് വേണ്ടിയല്ല, നിസ്കരിച്ച് ഖുർആനോദി നന്മകൾ ചെയ്ത് എല്ലാ 5 നേര നിസ്കാരത്തിന്റെ ശേഷം ഇമാമിനോടൊപ്പം നമ്മൾ ദ്വാരക്കുന്ന ഒരു ദ്വാണ്ട്. ഒരുപാട് കടബാധ്യതകളുള്ളവരെ കൂട്ടത്തിലുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, പ്രാരാബ്ദങ്ങൾ നേരിടുന്നവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, ഭാര്യയുടെ അസുഖം, മക്കളുടെ പ്രയാസങ്ങൾ, പ്രാരാബ്ദങ്ങൾ, ദുഃഖത്തിന്റെ കോട്ട കുത്തളകങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ റമദാനിന്റെ അവസാനത്തെ പത്തെത്തിക്കഴിഞ്ഞാൽ അവൻ